ഹായ് ഫ്രണ്ട്സ്, PG നീറ്റ് പരീക്ഷ അതായത് MBBS കഴിഞ്ഞ ഡോക്ടർമാർക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ അഡ്മിഷന് വേണ്ടി നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ മാറ്റിവെച്ചു. ഇന്ന് രാവിലെ നടക്കേണ്ടിയിരുന്ന പരീക്ഷ ഇന്നലെ രാത്രി മാറ്റിവെച്ചു. ഒരുപക്ഷെ ഇന്നലെ TV ഓൺ ചെയ്യാത്തവരോ വാർത്ത കാണാത്തവരോ ഒന്നും ഈ വിവരം അറിഞ്ഞിട്ടേ ഇല്ല. ഓൾ ഇന്ത്യ എക്സാം ആയതിനാലും PG എക്സാം ആയതിനാലും താരതമ്യേന ഓരോ സംസ്ഥാനത്തും എക്സാം സെന്റർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ദൂരെയുള്ള വിദ്യാർത്ഥികളൊക്കെ ഏതെങ്കിലും ഹോട്ടലിലോ ലോഡ്ജിലോ ഒക്കെ മുറി എടുത്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അവർ ഇപ്പോൾ യാത്രയിലായിരിക്കും. എക്സാം സെന്ററിൽ ചെല്ലുമ്പോഴേ ഇവരെ പറയുന്നത് പരീക്ഷ മാറ്റി വെച്ചിരിക്കുന്നു. ഒരു കഷ്ടമല്ലേ? ഇവരൊക്കെ ഡോക്ടർമാരാണ്. MBBS പാസ്സായിട്ട് എവിടെയെങ്കിലും ജോലി ചെയ്യുകയായിരിക്കണം. എക്സാം എടുക്കുമ്പോഴേക്കും ജോലി രാജിവെച്ച് മാസങ്ങളായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ എക്സാം സെന്ററിൽ ചെല്ലുമ്പോൾ അറിയുന്നു പരീക്ഷ മാറ്റി വെച്ചിരിക്കുന്നു. ഇതിനൊക്കെ തെമ്മാടിത്തരമെന്നാണ് പറയേണ്ടത്. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുണ്ടായ അക്ഷന്തവ്യമായ വീഴ്ച തന്നെയാണ് ഇത്. അവർ സമാധാനം പറയുക തന്നെ വേണം. നമുക്കറിയാം, MBBS നീറ്റ് പരീക്ഷയിലും നെറ്റ് പരീക്ഷയിലൊക്കെ ഉണ്ടായ അഴിമതിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ മാറ്റി വെക്കേണ്ടി വന്നത്. ഒന്നാലോചിച്ച് നോക്കിയ ബീഹാറിലും ജാർഖണ്ഡിലും ഒക്കെ 6 ലക്ഷം മുതൽ 40 ലക്ഷം വരെ ഒരു പേപ്പർ കരിഞ്ചന്തയിൽ വാങ്ങിയവരുണ്ട്. 6 ലക്ഷവും പോയി, 40 ലക്ഷവും പോയി. ഇപ്പൊ അവർ അറസ്റ്റിലും ആകും. ഇതൊക്കെ ഗവൺമെന്റ് ഭാഗത്തുള്ള വീഴ്ച തന്നെയാണ്. കഷ്ടപ്പെട്ട് പഠിച്ചവരൊക്കെ മണ്ടന്മാരാവുകയല്ലേ ഇങ്ങനെ ചോദ്യപേപ്പർ ചോരുമ്പോ? ഒന്നാലോചിച്ച് നോക്കിയേ, തലചുട്ടു പഠിച്ച് പരീക്ഷയ്ക്ക് പോകുന്നവർ മണ്ടന്മാർ, കരിഞ്ചന്തയിൽ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിക്കുന്നവരൊക്കെ മിടുക്കന്മാർ. അങ്ങനെ എത്ര പേര് കയറി കാണണം. ഇവരൊക്കെയാ ഡോക്ടർമാരാകാൻ പോണത് ഭാവിയില്. എന്തൊക്കെ പറഞ്ഞാലും നരേന്ദ്രമോദി ഗവൺമെന്റ് ഇപ്പൊ കണ്ടത് ശരിയാന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. തൊടുന്നതെല്ലാം പിഴയ്ക്കുക. അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി എന്ന് ഒരാൾ മാത്രമേ ഉള്ളൂ. ബാക്കി മന്ത്രിമാരെല്ലാം വെറും ഏറാൻ മൂലികൾ മാത്രം. വലിയ കാര്യപ്രാപ്തിയൊന്നുമില്ല. തീർച്ചയായും ആരോഗ്യമന്ത്രി ഇതിന് ഉത്തരം പറയുക തന്നെ വേണം. ഇതൊക്കെ ആരോട് പറയാൻ? കേഴുക ഭാരതമേ.